ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് അവിയലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ പച്ചക്കറികളൊക്കെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലായി പച്ചക്കായ് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ മുരിങ്ങക്കായ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ പയറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുകളിലായി ഇനി 2 കറിവേപ്പില, അതുപോലെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടുതലാവേണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതിയേ. ഈ പച്ചക്കറികളൊന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായി കാണണേ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇത് വേവുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. ഇതിനായി ഞാൻ ലേശം തേങ്ങ ഇട്ടെടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക്, അതുപോലെ ഒരു 5-6 ചീരുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ കറിവേപ്പില ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ അരയണ്ട, ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പച്ചക്കറികളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് അരപ്പൊക്കെ നമ്മൾ മുഴുവനായി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തൈരാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അതിനായി ഞാൻ പുളിയുള്ള തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് വയ്ക്കുന്നത്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. പച്ചക്കറികളൊക്കെ ഉടയുന്നത് ശ്രദ്ധിക്കണേ, മെല്ലെ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. അതിനുശേഷം നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർക്കണം കേട്ടോ. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. അപ്പോൾ തന്നെ നമ്മുടെ അവിയൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള അവിയലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.